വെൽക്കം ടു ഇദ്രാക്കുവേഴ്സ്. സൃഷ്ടിചരാചരങ്ങളെ സൃഷ്ടിക്കുവാൻ കാരണമായി തീർന്ന ആദ്യ പ്രകാശം, സൃഷ്ടികളിൽ മഹോന്നതൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം സമഗ്രമായും സമ്പൂർണമായും ഒരു സാക്ഷാത്കാരത്തോടെ നിങ്ങളുടെ കേൾവിയിലെത്തിക്കുവാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് ഈ ചരിത്ര പശ്ചാത്തലം. ലഘുവായ ഒരു വിരക്തിയും കൂടാതെ കണ്ണടച്ചു കേൾക്കാവുന്ന ഇമ്പമുള്ള ചരിത്ര കഥകളാണ് ഇത്. നബി ജീവിതത്തെ സമുദായത്തിന് അടുത്തു നിന്നുകൊണ്ട് കാണുവാനും അറിയുവാനുമുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്നതാണ് ഇദ്റാക്ക് വേഴ്സിൻ്റെ ലക്ഷ്യം. നബി വ്യക്തിത്വത്തെ അടുത്തറിയുമ്പോഴാണ് വിശ്വാസികളുടെ മനസ്സുകളിൽ സത്യവിശ്വാസത്തിൻ്റെ നിദാനമായ മഹബത്ത് ഉടലെടുക്കുന്നതും വളരുന്നതും ജീവിതമോക്ഷം പ്രാപിക്കുന്നതും. നബിയെ അவ்விധം സമഗ്രമായും സമ്പൂർണമായും അടുത്തറിയുന്നതിൽ ഉണ്ടായ കുറവും പരാജയവുമാണ് നബിയെക്കുറിച്ചും അവർ കാണിച്ചു തന്ന വഴിയെക്കുറിച്ചുമുള്ള അബദ്ധധാരണകൾ പലരിലും വളരുവാൻ കാരണമാക്കിയത്. എന്നാൽ തികച്ചും തലമുറകളായി കൈമാറി വരുന്ന അറിവുകളിലൂടെ നബിയെ മനസ്സിലാക്കുന്നവരിൽ അത്തരം അബദ്ധങ്ങൾ ഉണ്ടാവുന്നില്ല. അതിനാൽ പരമ്പരാഗതമായി സൂക്ഷ്മതയോടെ കൈമാറി ലഭിച്ച അറിവുകൾ പ്രേക്ഷകർക്ക് എത്തിക്കലാണ് ഇദ്റാക്ക് വേഴ്സിന്റെ ഉദ്ദേശം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തികച്ചും രസകരമായ ചരിത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും നിങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അഭിപ്രായങ്ങൾ കമന്റിലും അറിയിക്കാൻ മറക്കരുത്. ശ്രദ്ധിക്കപ്പെടുവാൻ മാത്രം ശ്രദ്ധേയമായിരുന്നു ആ ജനനം. ആ ജനനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ പോകുന്ന മണ്ണിലേക്ക് അള്ളാഹു ആദ്യമേ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ക്ഷണിച്ചു. അവിടെ നിന്നാണ് ആ വ്യതിരിക്തതകൾ ആരംഭിക്കുന്നത്. ആനക്കലഹ സംഭവം എന്ന പേരിൽ ചരിത്രത്തിൽ പതിഞ്ഞ അധ്യായം സൂക്ഷ്മാർത്ഥത്തിൽ അതിനുവേണ്ടിയായിരുന്നു എന്ന് വേണം കരുതാൻ. പൊതുശ്രദ്ധയിൽ നിന്നും ഏറെ അകലെയായിരുന്ന അന്നത്തെ മക്ക നഗരം, അവിടെ കഅബാലയം ഉണ്ടായിരുന്നു, അതിലേക്കുള്ള അറബികളുടെ തീർത്ഥാടനം ഉണ്ടായിരുന്നു, അതിന്റെ പശ്ചാത്തലത്തിൽ കച്ചവടം നടന്നിരുന്നു എന്നൊക്കെയുള്ള ഖ്യാതി മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സമീപ പ്രദേശങ്ങളായ തെക്ക് യമനും വടക്ക് ശാമും വരെ സാമ്രാജ്യത്വ ശക്തികളുടെ കരങ്ങളിൽ അമർന്നപ്പോഴും മക്കയും പരിസര പ്രദേശങ്ങളിലും ആരും കൈവെക്കാതിരുന്നത്. ഈ സാഹചര്യത്തിലാണ് യമനിലെ റോമിന്റെ പ്രവിശ്യ ഭരണാധികാരിയായിരുന്ന അബ്രഹത്ത് കഅബാലയം തകർക്കുവാൻ ആനപ്പടയുമായി വരുന്നത്. അതിലേക്ക് നയിച്ച ചരിത്രം സുവിദിതമാണ്. അന്നത്തെ ലോകത്തിന്റെ മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിച്ച സംഭവമായിരുന്നു അത്. അന്നത്തെ ലോകം പേർഷ്യ, റോം എന്നീ സാമ്രാജ്യങ്ങളുടേതായിരുന്നു. അതിൽ റോമ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഒരു പ്രവിശ്യ ഭരണാധികാരിയായിരുന്ന അബ്രഹത്ത് ഏതോ ഒരു വിവരദോഷി അവരുടെ ഖുലൈസ് എന്ന ആരാധനാലയം മ്ലേച്ഛമാക്കിയതിനെ തുടർന്ന് പകരം വീട്ടുവാൻ ഉദ്ദേശിച്ചു. അത് ഏതോ മക്കക്കാരാണ് ചെയ്തത് എന്ന് കണ്ടെത്തി അതിനുള്ള പ്രതികാരം താൻ മക്കയുടെ കഅബാലയം പൊളിക്കും എന്ന് തീർച്ചപ്പെടുത്തിയാണ് അബ്രഹത്തും ആനപ്പടയും ഇറങ്ങിയത്. വിഷയം മതപരമായിരുന്നതിനാൽ റോമാ സാമ്രാജ്യം മുഴുവനും അത് നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ നോക്കി നിൽക്കുന്നവരെ ആകർഷിക്കാൻ ആനകളുടെ ഉടമ്പടിയും സൈനികരുടെ എണ്ണവും ഭരണാധികാരിയുടെ തന്നെ നേരിട്ടുള്ള നേതൃത്വവുമെല്ലാം ഉണ്ടായിരുന്നു താനും. അതുകൊണ്ട് തന്നെ നാഗരിക വളർച്ചയുള്ള ജനവിഭാഗങ്ങളിൽ 50% പേരുടെയും സജീവമായ ശ്രദ്ധ ആ സേനയോടൊപ്പം പിന്തുണയുമായി ഉണ്ടായിരുന്നു. ഇതേ സമയം റോമാ സാമ്രാജ്യവുമായി വലിയ ശത്രുതയിലായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. അവരുടെയും ശ്രദ്ധ പരിശുദ്ധ മക്കയിലേക്ക് ഇതേ സംഭവം വഴിതിരിക്കുകയുണ്ടായി. കാരണം അവർക്കറിയാമായിരുന്നു കഅബാലയം ദിവ്യശക്തിയുള്ളതാണ് എന്ന്. അതിനാൽ കഅബാലയത്തെ അത്ര കണ്ട് സ്നേഹിക്കുന്ന തദ്ദേശീയരിൽ നിന്നോ അല്ലെങ്കിൽ യാദൃശ്ചികമായ എന്തെങ്കിലും അജ്ഞാത ശക്തിയിൽ നിന്നോ ഒരു തിരിച്ചടി ഉണ്ടാകാം എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. അതുകാലത്ത് കാത്തു നിൽക്കുകയായിരുന്നതിനാൽ അവരുടെ ശ്രദ്ധയും അവിടെ കേന്ദ്രീകരിച്ചു. അത്തരമൊരു സാഹചര്യത്തിലാണ് അത്യത്ഭുതകരമായ അബാബീൽ പക്ഷികളുടെ ആക്രമണമുണ്ടായത്. അതുവഴി മക്ക എന്ന പുണ്യഭൂമി ശ്രദ്ധയിൽപ്പെട്ടു എന്നു മാത്രമല്ല അത് സ്രഷ്ടാവിന്റെ പ്രത്യേക പരിഗണനയുള്ള സ്ഥലമാണ് എന്നത് എല്ലാവർക്കും ബോധ്യമായി.
ഈ സംഭവം കഴിഞ്ഞ് കേവലം 50 ദിവസം കഴിഞ്ഞാണ് ലോകത്തിന്റെ നേതാവ് മഹാചാര്യനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഭൂജാതനാകുന്നത്. ജനത ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് എന്നതിന് ഏറ്റവും വലിയ സൂചനയാണ് ഇത് നൽകുന്നത്. ഈ പറഞ്ഞത് പുറം ലോകത്തിന്റെ അവസ്ഥ. ഇതിലേറെ വൈകാരികമായിരുന്നു ഈ ജനനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കക്കാരുടെ, പ്രത്യേകിച്ചും ഖുറൈശികളുടെ ഓരോരുത്തരും വലിയ വികാരവായ്പോടെയായിരുന്നു ഈ ജനനത്തെ കാത്തിരുന്നത്. അത് ജനിക്കാനിരിക്കുന്ന ഈ കുഞ്ഞ് ഭാവിയിൽ വരുത്തുവാൻ പോകുന്ന മഹാവിപ്ലവങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുണ്ടായതുകൊണ്ടല്ല, അല്ലെങ്കിൽ മുന്നറിവുണ്ടായതുകൊണ്ടല്ല, പ്രപഞ്ച സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ സ്നേഹഭാജനമാണ് ജനിക്കുവാൻ പോകുന്നത് എന്ന അറിവുണ്ടായതുകൊണ്ടും അല്ല. അത്തരം കാര്യങ്ങളൊന്നും അറിയപ്പെടാത്ത ജാഹിലിയ യുഗമായിരുന്നല്ലോ അത്. ക്രൈസ്തവരും ജൂതരുമായിരുന്ന ചില പുരോഹിത പണ്ഡിതർക്ക് അറേബ്യയിൽ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് മാത്രമേ അറിയുകയുള്ളൂ. അതിനപ്പുറമൊന്നും ആർക്കും അറിവില്ലായിരുന്നു. അതാണെങ്കിലോ പൊതുജനങ്ങൾക്കിടയിൽ വ്യാപകമാകുവാൻ മാത്രം പരന്നതുമായിരുന്നില്ല. എന്നാൽ ജനിക്കാനിരിക്കുന്ന ഈ കുഞ്ഞിനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ അള്ളാഹു പല വഴിക്കായി ഉണ്ടാക്കി വെച്ചു. അതിലൊന്ന് നബിയുടെ പിതാവിനെ കുറിച്ചുള്ള വൈകാരികതകളായിരുന്നു. ഖുറൈശികളുടെ കാരണവരായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ 10 മക്കളിൽ ഏറെ ശ്രദ്ധ നേടിയ ആളായിരുന്നു അബ്ദുള്ള. പിതാവിന്റെയും മാതാവിന്റെയും കുടുംബങ്ങളുടെയും എല്ലാം ഒരു ഓമനയായിരുന്നു അബ്ദുള്ള. നാട്ടുകാർക്കെല്ലാം നല്ലത് മാത്രം പറയാനുള്ള ഒരു വ്യക്തിത്വം, ആരും നോക്കിപ്പോകുന്ന ഒരു അഴകും കാന്തിയും സൗകുമാര്യവുമെല്ലാം അബ്ദുള്ളയിലുണ്ടായിരുന്നു. പിതാവ് അബ്ദുൽ മുത്തലിബിന് ഏറെ ഇഷ്ടം അബ്ദുള്ളയോടായിരുന്നു. ആ സ്നേഹത്തിന്റെ പേരിൽ അദ്ദേഹം പരീക്ഷിക്കപ്പെടുക പോലുമുണ്ടായി. തനിക്ക് 10 ആൺമക്കളുണ്ടായാൽ അവരിൽ ഒരാളെ താൻ ബലി നൽകും എന്ന് അദ്ദേഹം ഒരിക്കൽ നേർച്ച നേർന്നു. മക്കൾ 10 തികഞ്ഞപ്പോൾ തന്റെ നേർച്ച വീട്ടുവാൻ തയ്യാറായി. മക്കളിൽ നിന്ന് ആരെ ബലി നൽകുമെന്ന് അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. അവസാനം കണ്ടെത്താം എന്നായി. നറുക്കു വീണതും അബ്ദുള്ളക്കായിരുന്നു. അവസാനം പകരം 100 ഒട്ടകം ബലി നൽകി ഈ നേർച്ച വീട്ടി. 100 ഒട്ടകം എന്നത് വലിയൊരു തുകയായിരുന്നു അക്കാലത്ത്. ഇങ്ങനെ എല്ലാവരുടെയും ഇഷ്ടഭാജനമായിരുന്ന അബ്ദുള്ള പുരുഷ സൗന്ദര്യത്തിന്റെ ഒരു പൂർണ്ണാവതാരം പോലെയായിരുന്നു. മക്കയിലെ പ്രഭുക്കളും അവരുടെ പെൺമക്കളും അബ്ദുള്ളയെ കിട്ടുവാൻ കൊതിച്ചിരുന്നു. അവസാനം ആ ഭാഗ്യം തേടിയെത്തിയത് ഖുറൈശികളിലെ ബനൂ സുഹറയിലെ വഹബിന്റെ മകൾ ആമിന ബീവിക്കായിരുന്നു. ഏറ്റവും ചേർച്ചയുള്ള ഒരു ബന്ധം എന്ന് ആരും പറഞ്ഞു പോകുന്ന ഒരു ആത്മബന്ധമായിരുന്നതിനാൽ അക്കാലത്ത് മക്ക നഗരം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷം തന്നെയായിരുന്നു അവർ തമ്മിലുള്ള വിവാഹം. ഇതോടെ നബിയുടെ പിതാവും മാതാവും ശ്രദ്ധേയരായി മാറി. ആ വൈകാരികതയിലായിരുന്നു അവർ ജീവിതം ആരംഭിച്ചത്. കല്യാണം കഴിഞ്ഞ് 3 ദിവസം ആമിന ബീവിയുടെ വീട്ടിലായിരുന്നു അവർ. വളരെ സന്തോഷത്തിലും ആനന്ദത്തിലും ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി കഴിഞ്ഞുപോയി. പിന്നെ ചരിത്രങ്ങളെല്ലാം കാണുന്നത് ഉടനെ അബ്ദുള്ള ഒരു കച്ചവട യാത്രക്കായി ഇറങ്ങി എന്നാണ്. കല്യാണം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടായിരുന്നു എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഏതായിരുന്നാലും എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ചാൽ ദമ്പതികൾ ഒന്നിച്ചു ജീവിച്ച കാലം 20 ദിവസങ്ങളിൽ താഴെ മാത്രമായിരുന്നു. ഈ 20 ദിവസത്തിനുള്ളിൽ നബിയുടെ പ്രകാശം അബ്ദുള്ളയുടെ ബീജത്തിലൂടെ ആമിന ബീവിയിൽ എത്തുകയും ചെയ്തു. യസ്രിബിലേക്കോ ഷാമിലേക്കോ ആയിരുന്നു അബ്ദുള്ളയുടെ യാത്ര. അത് കഴിഞ്ഞ് പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നില്ല. യസ്രിബിൽ വെച്ച് അബ്ദുള്ള മരണപ്പെട്ടു. അവിടെ ദാറുന്നാബിയയിൽ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. കുടുംബത്തിലും മക്കയിലും വലിയ സങ്കടം പറഞ്ഞ സംഭവമായിരുന്നു ഇത്. എല്ലാവരുടെയും ഇഷ്ടം നേടിയ അബ്ദുള്ളയുടെ മരണം എല്ലാവരെയും ആമിന ബീവിയിലേക്കും തുടർന്ന് അവരുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിലേക്കും അനുതാപത്തോടെ നോക്കുവാനുള്ള വികാരം പകർന്നു. മക്കായിലെ പെണ്ണുങ്ങളും ഖുറൈശികളുടെ കുടുംബവും ആമിന ബീവിയുടെ ചുറ്റും കൂടി ആശ്വസിപ്പിച്ചു. ഭർത്തൃവിയോഗത്തിന്റെ നോവും കടിഞ്ഞൂൽ ഗർഭകാലത്തിന്റെ അസ്വസ്ഥതകളും മറക്കുവാൻ ഒരുപാട് സഹായിച്ചു അണമുറിയാത്ത സ്നേഹപ്രകടനങ്ങൾ. അതോടെ ഈ മുത്തിന്റെ ജനനം ലോകത്തെ പോലെ മക്കയും ഖുറൈശികളും കാത്തിരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. നബിയുടെ ജീവിതം എല്ലായിടത്തും കൗതുകം നിറഞ്ഞതായിരുന്നു. അത് ശൈശവത്തിലും കൗമാരത്തിലുമെല്ലാം ഉണ്ട്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആമിന ബീവിക്ക് പ്രസവ സമയത്ത് അനുഭവപ്പെട്ട കാര്യങ്ങൾ. പ്രസവ സമയത്ത് കുഞ്ഞിനോടൊപ്പം ഒരു പ്രകാശം പുറത്തേക്ക് വന്നതും ആ പ്രകാശത്തിൽ ഷാമിലെ കൊട്ടാരങ്ങൾ ദൃശ്യമായതും സ്വഹീഹായ ഹദീസുകളിൽ ഇമാമുമാരായ അഹ്മദ്, തുർമുദി, താരിമി തുടങ്ങിയവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല ചരിത്രകാരായ പ്രമുഖ പണ്ഡിതരും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. പേർഷ്യൻ സൗരാഷ്ട്ര ആരാധനാലയത്തിലെ 14 വിഗ്രഹങ്ങൾ തലകീഴായി വീണതും മജൂസികളുടെ ആരാധനാഗ്നി പൊലിഞ്ഞുപോയതും സാവ തടാകത്തിനു ചുറ്റുമുണ്ടായിരുന്ന ആരാധനാലയങ്ങൾ തകർന്നതോടൊപ്പം തടാകം വറ്റിപ്പോയതുമെല്ലാം ഈ ജനനം നടക്കുന്ന സമയത്തായിരുന്നു എന്ന് ഇമാം തൊബരി ചരിത്രഗ്രന്ഥങ്ങളിൽ പറയുന്നു. പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെയും എടുത്ത് കഅബാലയത്തിലേക്ക് നടന്ന അബ്ദുൽ മുത്തലിബ് കുട്ടിക്ക് പേരിടാൻ ഉദ്ദേശിച്ചപ്പോൾ അക്കാലത്ത് പ്രയോഗത്തിലും പരിചയത്തിലും ഉണ്ടായിരുന്നതല്ലാത്തൊരു പേര് മുഹമ്മദ്. ആ പേര് അദ്ദേഹത്തിന്റെ നാവിൽ വന്നു. ഇതും അദ്ദേഹത്തിന്റെ ജനനത്തിന്റെ അത്ഭുതത്തിൽപ്പെട്ടത് തന്നെയാണ്. അവിടുന്നത് ഒരു പേര് എന്ന വൃത്തത്തിൽ നിന്നും ഒരു വിശേഷണം എന്ന അർത്ഥത്തിലേക്ക് കടക്കുകയായിരുന്നു. ഭാവിയിൽ ഈ കുഞ്ഞിനെ ലോകം സ്തുതിക്കും എന്ന സൂചനയായിരുന്നു അതിലുണ്ടായിരുന്നത്. ശൈശവകാലത്തെ പ്രത്യേകതകൾ തെളിഞ്ഞു കാണുന്ന പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ. ഒന്നാമത്തെ സംഭവം നബി ഹലീമ ബീവിയുടെ വീട്ടിൽ ബനൂ സഅദിൽ കഴിയുന്ന കാലത്തായിരുന്നു. മക്കയിൽ അക്കാലത്തെ സംഭവമായിരുന്നു എന്ന് കുട്ടികളെ മുല കൊടുത്തു വളർത്തുവാൻ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളെ ഏൽപ്പിക്കുക എന്നത്. ഇതിന് പിന്നിൽ 3 കാരണങ്ങളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. ഒന്ന്, മക്കയുടെ ജനനിബിഡതയിൽ നിന്ന് കുട്ടിക്കുണ്ടായേക്കാവുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ രക്ഷിക്കുക. മറ്റൊന്ന്, നഗരത്തിലെ തിരക്കിൽപ്പെട്ട് വന്നുപോകുന്ന ഭാഷാപരമായ താളഭംഗത്തിൽ നിന്നും കുട്ടിയെ കാത്തു സൂക്ഷിക്കുക. മൂന്നാമത്തേന്ന്, പ്രസവിച്ച സ്ത്രീകളെ ഭർത്താക്കന്മാർക്ക് ഒരു തടസ്സവുമില്ലാതിരിക്കുവാൻ കുട്ടികളെ തൽക്കാലത്തേക്കൊന്ന് അകറ്റുക. ഗ്രാമീണ സ്ത്രീകൾക്ക് അതൊരു വരുമാന മാർഗവുമായിരുന്നു. ദരിദ്രയായിരുന്ന ഹലീമ ബീവി അങ്ങനെ വല്ല കുട്ടികളെയും കിട്ടുമോ എന്ന് നോക്കുവാൻ ഇറങ്ങിയതായിരുന്നു. വളരെ ക്ഷീണിതയായ ഒരു കഴുതപ്പുറത്ത് അവർ അവിടെ എത്തുമ്പോഴേക്കും സമ്പന്നരുടെ കുട്ടികളെയെല്ലാം മിടുക്കികൾ കൊണ്ടുപോയി കഴിഞ്ഞു. അവർക്ക് അവസാനം കിട്ടിയത് ആമിന ബീവിയുടെ കുട്ടിയെ മാത്രമായിരുന്നു. ഒന്നും കിട്ടില്ല എന്നുറപ്പായിരുന്നിട്ടും ഹലീമ ബീവിയുടെ മനസ്സിൽ ആ കുട്ടിയോടൊരു താല്പര്യം തോന്നി. ആ കുട്ടിയുടെ മുഖത്തേക്കും കണ്ണുകളിലേക്കും നോക്കുമ്പോൾ ഏതോ ഒരു അനുഗ്രഹം തന്നിലേക്ക് വരുന്നതായി അവർക്ക് തോന്നി. അവർ കുട്ടിയുമായി പോന്നു. പിന്നെ അനുഗ്രഹത്തിന്റെ നാളുകളായിരുന്നു ഹലീമ ബീവിക്ക്. സമ്പത്തെല്ലാം അടിക്കടിയായി പുഷ്ടിപ്പെട്ടു. ജീവിതം തിളങ്ങുവാൻ തുടങ്ങി. 2 വർഷം പോയതറിഞ്ഞില്ല. 2 വർഷം കഴിഞ്ഞാൽ കുഞ്ഞിനെ തിരികെ കൊടുക്കണമെന്നാണ് കരാർ. കുഞ്ഞിനെ വിടാൻ തോന്നാത്തതിനാൽ ഹലീമ ബീവി ആമിന ബീവിയിൽ നിന്നും ഒരു പ്രത്യേക അനുമതി വാങ്ങി. കുഞ്ഞിനെ തന്റെ ഇടത്തു തന്നെ താമസിപ്പിക്കുകയായിരുന്നു അത്. അതിനിടയിലാണ് മറ്റു കുഞ്ഞുങ്ങൾ ഓടിക്കിതച്ചു വന്ന് നമ്മുടെ മുഹമ്മദിനാരോ കൊന്നു എന്ന് പറഞ്ഞത്. ആദിയോടെ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു പാടുപോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ 2 വെള്ള വസ്ത്രധാരികൾ വന്നതും കുട്ടിയെ പിടിച്ചു കിടത്തി മാറുപുലർത്തിയതുമെല്ലാം കൂട്ടുകാർ ശരിക്കും കണ്ടതായിരുന്നു. ആകാശച്ചുവടാകെ അന്ത്യനാൾ വരേക്കും പരന്നു കിടക്കുന്ന മനുഷ്യലോകത്തെ സംസ്കരിച്ചെടുക്കുവാനുള്ള മനഃശക്തിയും വിശുദ്ധിയുമെല്ലാം ആ കുഞ്ഞിളം മനസ്സിൽ പ്രപഞ്ചനാഥൻ നിറക്കുകയായിരുന്നു. അത് അവർക്കും ഹലീമ ബീവിക്കും അറിയുമായിരുന്നില്ല. പക്ഷേ സത്യം അതായിരുന്നു. പക്ഷെ ഹലീമ ബീവിയുടെ ഉള്ളിലെ വിറ പിന്നെ മാറിയില്ല. അതിനാൽ അധികം വൈകാതെ അവർ കുഞ്ഞുമായി മക്കയിലെത്തുകയും മാതാവ് ആമിന ബീവിക്ക് സസന്തോഷത്തോടെ കുട്ടിയെ കൈമാറുകയും ചെയ്തു. പിന്നെ 2 വർഷം ഉമ്മയുടെ മടിത്തട്ടിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. യൗവനത്തിലേക്ക് പാദമൂന്നുന്ന പ്രായത്തിൽ ഭർത്തൃവിയോഗം സംഭവിച്ചതിൽ പിന്നെ ഇനി ജീവിതത്തിൽ ഒരു വിവാഹം വേണ്ട എന്ന് മദീനയിൽ വളർത്തി കഴിയുകയായിരുന്നവർ. ഇപ്പോൾ അവർക്കൊരു ചിന്തയേ ഉള്ളൂ. പ്രിയതമന്റെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണെന്ന് കാണണം. ആ ഭർത്തൃപിതാവായ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ മനസ്സും മകന്റെ ഓർമ്മകൾ വീർപ്പുമുട്ടാൻ തുടങ്ങി. അബ്ദുൽ മുത്തലിബ് സമ്മതം മൂളി. തങ്ങളുടെ ഉമ്മ ഐമൻ എന്ന അടിമ സ്ത്രീയും ആമിന ബീവിയും മകനുമായി അവർ യസ്രിബിലേക്ക് പുറപ്പെട്ടു. അവർ 2 ഒട്ടകങ്ങളിലായി പുറപ്പെട്ടു. അവിടെ എത്തി. ഭർത്താവിന്റെ കബറിടം കണ്ടു. ഓർമ്മകളുടെ മർമ്മരം അവരെ വികാരഭരിതയാക്കി. ആ ഒരു മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന 6 വയസ്സുകാരനെ ആയിരുന്നു. പിന്നെ അയാൾ മക്കയിലേക്ക് തന്നെ മടങ്ങി.
ഏതാണ്ട് 160 കിലോമീറ്റർ കഴിഞ്ഞ് അബവാ എന്ന ദേശത്തെത്തിയപ്പോൾ ആമിന ബീവിക്ക് ഒരു തളർച്ച. സൗകര്യപ്രദമായ ഒരിടത്ത് ഒട്ടകങ്ങൾ നിന്നു. അവർ ഇറങ്ങി ഇരുന്നു, പിന്നെ കിടന്നു. ഏതോ ഒരു വലിയ അജ്ഞാത ക്ഷീണം അവരെ വലയം ചെയ്തു. ഒട്ടും വൈകിയില്ല. അവർ അവസാനം ശ്വാസം വലിച്ചു. ആ 6 വയസ്സുകാരൻ ചേതനയറ്റ തന്റെ പൊന്നുമ്മയുടെ മയ്യത്തിന് മുമ്പിൽ കിടന്നു വിതുമ്പി. അപ്പോൾ ഒരു കരം ആ കുഞ്ഞിനെ കോരിയെടുത്തു. കുഞ്ഞിന്റെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഉമ്മ വെച്ചു. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അബിസീനിയൻ വംശജയായ ബറക്ക എന്ന ഉമ്മു ഐമൻ കറുത്ത കാപ്പിരിയായിരുന്നു. അവരോട് പിന്നീട് ഒരിക്കൽ ഈ ബാലൻ പറയുകയുണ്ടായി, നിങ്ങൾ എന്റെ 2ാം ഉമ്മയാണ്. ഓർമ്മകൾ മണ്ണിലാക്കി അവർ മക്കയിലേക്കും ചരിത്രത്തിലേക്കും തിരിച്ചു നടന്നു. അവിടെ ചരിത്രം ഒരു അത്ഭുതം കോറിയിടുകയായിരുന്നു. അമ്പരപ്പിക്കുന്ന ഒരു അത്ഭുതം. മാനവ വിമോചകന്റെ വെളിച്ചം അബ്ദുല്ലയിലേക്ക് എത്തുന്നു. ആ വെളിച്ചത്തിന് മനുഷ്യനായി പിറവിയെടുക്കുവാൻ ഒരു ഉമ്മയുടെ ഗർഭാശയത്തിലേക്കാണ് ഇനി ആവശ്യം. അതിനുവേണ്ടി മാത്രം ഒരു കല്യാണം കുറെ കാത്തു നിൽക്കുവാനായില്ല. അതിനാൽ മധുവിധുവിൽ തന്നെ ബീജദാനം നടക്കുന്നു. യുവാവായ പിതാവ് പിറ്റേന്നെന്ന പോലെ മരണപ്പെടുന്നു. കുട്ടിയെ കുട്ടിക്കാലത്തെ വളർത്തുവാൻ ഒരു ഉമ്മയുടെ കൈ വേണം. അത്ര വരെ മാതാവ് ജീവിക്കുന്നു. ഭർത്താവിന്റെ കബറിങ്ങൾ വന്ന് താൻ അങ്ങ് തന്നത് ലോകത്തിന് കൈമാറിയിരിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ രംഗം വിട്ടുപോകുന്നു. വെറും 20ാമത്തെ വയസ്സിൽ. അതാണ് അത്ഭുതം. മാനവ വിമോചകന്റെ പിറവിക്കു വേണ്ടി മാത്രമുള്ള കുറേയധികം കാര്യങ്ങൾ. പിന്നീട് ആ കുഞ്ഞിനെ വളർത്തിയത് സ്വന്തം പിതാമഹനും മക്കയുടെ പ്രതാപിയുമായ അബ്ദുൽ മുത്തലിബായിരുന്നു. വളരെ സ്നേഹവാത്സല്യങ്ങളോടെയായിരുന്നു അദ്ദേഹം കുട്ടിയെ പരിചരിച്ചത്. അവസാനം ആ കരവും പിൻവലിക്കപ്പെടാൻ പോവുകയാണ്. അബ്ദുൽ മുത്തലിബ് എന്ന നന്മയുടെ വൻമരം വീഴാൻ പോവുകയാണ്. അവശനായി കിടപ്പാണ്. ഇനി അധികം സമയമില്ല എന്ന് ഏതാണ്ട് അദ്ദേഹത്തിന് തന്നെ ബോധ്യമായ മട്ടാണ്. ചുറ്റും കൂടി നിൽക്കുന്ന മക്കളുടെ ഇടയിൽ ആ തളർന്ന കണ്ണുകൾ ആരെയോ തിരക്കുകയാണ്. അവസാനം ആളെ കിട്ടി. മകൻ അബൂ ത്വാലിബ്. അബൂ ത്വാലിബിനെ കാണുമ്പോൾ അബ്ദുൽ മുത്തലിബിന് മരിച്ചുപോയ മകൻ അബ്ദുള്ളയെ ഓർമ്മ വരും. അബ്ദുള്ളയും അബൂ ത്വാലിബും ഒരേ ഉമ്മയുടെ മക്കൾ കൂടിയാണ്. അബൂ ത്വാലിബിനെ വിളിച്ച് കൈ പിടിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദിനെ നിന്നെ ഏൽപ്പിക്കുകയാണ്. അവന്റെ കാര്യങ്ങൾ നീ നോക്കണം. ഒരു കുറവും വിഷമവും വരരുത്. അബൂ ത്വാലിബ് പിതാവിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ആ കൈകളുടെ നബിയുടെ ദീർഘകാല രക്ഷകർത്താവ് പിതൃവൻ അബൂ ത്വാലിബായിരുന്നു. എല്ലാവരും നബിയെ നന്നായി സ്നേഹിച്ചിട്ടുണ്ട്. എങ്കിലും കുടുംബത്തിൽ നിന്ന് നബിയെ ഏറെ സ്നേഹിച്ച വ്യക്തിത്വം അബൂ ത്വാലിബായിരുന്നു. കാരണം വിവിധ വിഷയങ്ങൾ അലട്ടുന്ന കൗമാരത്തിലും യൗവനത്തിലും സാമൂഹ്യമായ കടുത്ത പ്രശ്നങ്ങൾക്കും മുമ്പിൽ നിൽക്കേണ്ടി വന്ന പ്രവാചകത്വ ജീവിതത്തിന്റെ ആദ്യത്തെ 10 വർഷവും നബിയുടെ തണൽ അബൂ ത്വാലിബ് മാത്രം വലിയ ഊഷ്മള രക്ഷാകർതൃത്വമായിരുന്നു. അദ്ദേഹത്തിന് മുഹമ്മദിനെ പിരിഞ്ഞിരിക്കുന്നത് ആലോചിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. ഒരിക്കൽ അത്തരമൊരു വിഷയം ഉണ്ടായി. അബൂ ത്വാലിബ് ആകെ വിഷമത്തിലാണ്. മറ്റൊന്നുമല്ല, തനിക്ക് ഷാമിലേക്കുള്ള കച്ചവട യാത്ര അടുത്തിരിക്കുന്നു. കച്ചവടത്തിന് പോകാതിരിക്കുവാൻ കഴിയില്ല. ധാരാളം കുട്ടികളും ബാധ്യതകളും ഒക്കെയുണ്ട്. അതിനൊക്കെയുള്ള സാധാരണ മാർഗമാണ് ഇത്. കച്ചവട യാത്രക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും തയ്യാറാണ്. ഖുറൈശികളുടെ ഈ കാഫില സംഘം അടുത്ത ദിവസം പുറപ്പെടുവാനിരിക്കുകയാണ്. ഷാമിലേക്കാണ് യാത്ര. സിറിയയിൽ പോയി തിരിച്ചെത്താൻ ചിലപ്പോൾ 1 മാസം തന്നെ എടുത്തേക്കാം. അതിലൊന്നുമല്ല പ്രശ്നം. ഇത്രയും സമയം അവനെ കാണാതിരിക്കാൻ വയ്യ. സഹോദരപുത്രൻ മുഹമ്മദിനെ അവനെ അല്ലെങ്കിലേ ഇഷ്ടമാണ്. ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന മട്ടും മാതിരിയുമാണ് അവൻ്റേത്. അതിനു പുറമെ ഉമ്മയും ഉപ്പയും ഇല്ലാത്ത കുട്ടി എന്ന വികാരം. പിന്നെ ഉപ്പ അബ്ദുൽ മുത്തലിബ് പ്രത്യേകം എന്നെ ഏൽപ്പിച്ചതുമാണ്. മറ്റുള്ളവരൊക്കെ നന്നായി നോക്കും. പക്ഷെ അവനെ കാണാതിരിക്കുന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമാണ്. അതാണ് പ്രശ്നം. അവനെ കൂടെ കൂട്ടുക, അതേ ഇനി വഴിയുള്ളൂ. അവന് 12 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതാണ് മറ്റൊരു ബുദ്ധിമുട്ട്. അതേസമയം അവനെ ഇത്രയും ദിവസം കാണാതിരിക്കുവാൻ ഏതായാലും വയ്യ. അവസാനം അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചു, മുഹമ്മദിനെയും ഒപ്പം കൊണ്ടുപോവുക തന്നെ. ഏട്ടനക്കൊക്കെ അത് വലിയ കൗതുകമായി. ഒരു 12 വയസ്സുകാരൻ കച്ചവടത്തിന് പോകുന്നത് ആദ്യമായിട്ടായിരിക്കാം. അങ്ങനെ അവിടെ ഒരിടത്ത് അവർ വിശ്രമിക്കുകയായിരുന്നു. നല്ല വെയിലായിരുന്നു.
എല്ലാവരും വെയിലിൽ വിയർത്തു കുളിക്കുമ്പോഴും കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല. അവരിടത്തിനു തൊട്ടടുത്തുള്ള ഒരു മഠത്തിലെ സന്യാസി ഇത് ശ്രദ്ധിച്ചു. ബഹീറ ക്കുന്ന കുട്ടി അയാളിൽ കൗതുകമുണർത്തി. അയാൾ മുകളിലേക്ക് നോക്കി. അപ്പോൾ ഒരു മഴക്കാർ കുട്ടിക്ക് മാത്രമായി കുട പിടിക്കുന്നു. അതോടെ അയാൾ കുട്ടിയെ ചുഴിഞ്ഞു നോക്കി. വൈകാതെ അയാൾ കാഫിലക്കാരോട് ചോദിച്ചു, ഇതാരുടെ കുട്ടിയാണ്? ജനങ്ങൾ അബൂ ത്വാലിബിന് നേരെ വിരൽ ചൂണ്ടി. ബഹീറ കുട്ടിയെ പറ്റിയെല്ലാം ചോദിച്ചറിഞ്ഞു. അവസാനം പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം വെച്ച് ഈ കുട്ടിയാണ് വരാനിരിക്കുന്ന പ്രവാചകൻ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണം. കാരണം ജൂതരിൽ അറിവുള്ളവർക്ക് ഈ കുട്ടിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ വേഗം മനസ്സിലാകും. അങ്ങനെ വന്നാൽ അവർ അവനെ തട്ടിയെടുത്തേക്കാം, അല്ലെങ്കിൽ അപായപ്പെടുത്തിയേക്കാം. അതിനാൽ വേഗം കുട്ടിയെ കൊണ്ട് മടങ്ങുന്നതാണ് നല്ലത്. കുട്ടിയുടെ ജീവന് മേൽ തൂങ്ങിക്കിടക്കുന്ന അപകടം അബൂ ത്വാലിബിനെ ആകെ ആശങ്കയിലാക്കി. തന്റെ അന്നത്തേക്കാൾ പ്രധാനമാണ് ലോകത്തിന്റെ വെളിച്ചം എന്ന തിരിച്ചറിവിലൂടെയായിരുന്നു ആ മടക്കം. അതുകൊണ്ടാണല്ലോ പിന്നീട് എതിർപ്പുമായി തിരമ്പി വന്ന മക്കക്കാരുടെ മുൻപിൽ ഈ പിതൃവിന്മാർ വിരിച്ചു നിന്നുകൊണ്ട് അട്ടഹസിച്ചത്. ഞാൻ മണ്ണിന്റെ തലയണ വെക്കും വരേക്കും മുഹമ്മദിനെ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്ന്. യൗവനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാര്യമായ ജോലികളൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം കാര്യമായ സ്വത്തൊന്നുമില്ലാത്തതായിരുന്നു. പിതാവിൽ നിന്നും അനന്തരമായി ആകെ ലഭിച്ചിരുന്നത് 5 ഒട്ടകങ്ങളും 1 കൂട്ടം ആടുകളും ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീയുമായിരുന്നു. സ്വത്തുണ്ടായിരുന്നെങ്കിൽ കച്ചവടത്തിൽ ഏർപ്പെടാമായിരുന്നു. സ്വത്തില്ലാത്തവർക്ക് പിന്നെ ചെയ്യാവുന്ന ഏക ജോലി മറ്റുള്ളവരുടെ കാലികളെ മേക്കലാണ്. അതിനാൽ നബി അത് ചെയ്തു. ബനു സഅദ് ഗോത്രത്തിലും മക്കയിലെ ചില പ്രഭുക്കന്മാർക്കും താൻ ആടിനെ നോക്കിക്കൊണ്ടിരുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സായിബ് ബിൻ അബി സായിബിനോടൊപ്പം ചില കൊച്ചു കച്ചവടങ്ങളും നബിതങ്ങൾ ചെയ്തിട്ടുണ്ട്. മക്ക വിജയത്തിൻ്റെ ചരിത്രം അബൂദാവൂദ് ഉദ്ധരിക്കുന്നതിൽ നിന്നും ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. ഇതൊന്നും പക്ഷേ ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ പര്യാപ്തമായിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹ സമർത്ഥരും വിശ്വസ്തരുമായ യുവാക്കളെ വാടകയ്ക്കെടുത്ത് കച്ചവടം നടത്തുന്ന വിവരം നബിതങ്ങൾ അറിഞ്ഞത്. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ടു. അപ്പോഴേക്കും വിശ്വസ്തൻ എന്ന വിശേഷണത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയിരുന്നതിനാൽ ജോലി ലഭിക്കുവാൻ അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. അങ്ങനെ ഖദീജ ബീവിയുടെ കാഫിലയിൽ കച്ചവടക്കാരനായി സിറിയയിലേക്ക് പോയി. അതിനകം തന്നെ മുഹമ്മദ് എന്ന യുവാവിനെക്കുറിച്ച് നല്ല മതിപ്പ് തോന്നിയ ഖദീജ ബീവി ഈ കച്ചവടയാത്രയിലെ അത്ഭുതങ്ങളും വിശേഷങ്ങളും കേട്ടതോടെ നബിയിൽ വല്ലാതെ അനുരക്തയായി. ഒരിക്കലും പിരിഞ്ഞു പോകാത്ത വിധത്തിലുള്ള കൂട്ടാളിയായി അദ്ദേഹത്തെ കിട്ടണം എന്ന ആഗ്രഹം ഖദീജ ബീവിക്കുണ്ടായി. അവർ തൻ്റെ ഭർത്താവായിരുന്ന അതീഖ് ബിൻ ആയിദ് അൽ മഖ്സൂമിയുടെ മരണത്തെ തുടർന്ന് നിരാശയിൽ ഇനി വിവാഹമേ വേണ്ട എന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് അവരുടെ ഭർത്താവ് അബൂ ഹാല ബിൻ സുറാറയും മരണപ്പെട്ടതായിരുന്നു. 2 വിവാഹങ്ങളായി 3 കുട്ടികളുണ്ടായി എന്നല്ലാതെ ദാമ്പത്യ ജീവിതം ഒട്ടും നീണ്ടില്ല. ഇതായിരുന്നു നിരാശയുടെ കാരണം. അതേസമയം അവർ മക്കയിലെ അതിസമ്പന്നയുമായിരുന്നു. പിതാവായ ഖുവൈലിദിൽ നിന്നും അനന്തരമായി കിട്ടിയതും 2 ഭർത്താക്കന്മാരിൽ നിന്നും അനന്തരമായി ലഭിച്ചതുമടക്കം അവരുടെ അടുത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടിയതിനാലാണ് അവർ കച്ചവടത്തിലേക്ക് തിരിച്ചത്. തോഴി നഫീസ ബിൻതു മുനബ്ബിഹിനെ അവർ തന്നെ വിവാഹാലോചനയുമായി അങ്ങോട്ട് പറഞ്ഞയച്ചു. അത് അള്ളാഹുവിൻ്റെ നിശ്ചയമായിരുന്നു. അതിനാൽ അവർ 2 പേരും തമ്മിൽ ഏതാണ്ട് 15 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടും ആ വിവാഹ സമ്മേളനം നടന്നു. അവർ തമ്മിൽ വേർപിരിയാനാവാത്ത തരത്തിൽ ഇണയായി ചേർന്നു. പിന്നെ നബിയുടെ ജീവിതത്തിൻ്റെ സാമ്പത്തികവും മാനസികവും വൈകാരികവുമായ പിൻബലമായിരുന്നു മക്കയിലെ ഈ പണക്കാരിയായ ഖദീജ. അവർ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം പ്രവാചകത്വത്തിൻ്റെ 10-ാം വർഷം വരെ നീണ്ടു. നബിക്കു വേണ്ടി അവർ 2 ആൺമക്കളെയും 4 പെൺമക്കളെയും പ്രസവിച്ചു. ഖദീജയുടെ ഭർത്താവ് എന്നത് മക്കയിൽ നബിക്ക് ഒരു അലങ്കാരവും പരിചയവുമെല്ലാമായിരുന്നു. തൻ്റെ കയ്യിലുള്ളതെല്ലാം ഖദീജ നബിയിലൂടെ ഇസ്ലാമിന് നൽകി.
നബിയുടെ സാമൂഹ്യ ഇടപെടലിൻ്റെ ഏറ്റവും തെളിച്ചമുള്ള ഭാഗം ആദ്യമായി പ്രകടമാകുന്നത് തൻ്റെ 35-ാം വയസ്സിൽ ഖുറൈശികളുടെ നേതൃത്വത്തിൽ നടന്ന കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണ വേളയിലായിരുന്നു. മനുഷ്യർക്കിടയിലുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ താനും തൻ്റെ ആദർശവും എவ்விധമാണ് സമാധാനഭദ്രമായി പരിഹരിക്കുവാൻ പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളായിരുന്നു അത്. ഇതിനു മുമ്പും നബിയുടെ ഇടപെടൽ സാമൂഹ്യ രംഗത്തുണ്ടായിട്ടുണ്ട്. അത് തൻ്റെ 20-ാം വയസ്സിൽ ബനു കിനാനയും ബനു ഖൈസും തമ്മിൽ ഉക്കാദ് ചന്തയിൽ വെച്ചുണ്ടായ ഹർബുൽ ഫിജാറിലായിരുന്നു. ബനു ഉമയ്യയുടെ നേതൃത്വത്തിൽ ബനു കിനാനയോടൊപ്പം ഖുറൈശികളും ഉണ്ടായിരുന്നു. തൻ്റെ പിതൃവ്യന്മാർക്ക് അമ്പും മറ്റും കൊണ്ടുവന്നു കൊടുക്കലായിരുന്നു നബിയുടെയും ആ പ്രായത്തിലുള്ളവരുടെയും പണി. അതിൻ്റെ അവസാനം ഹലഫുൽ ഫുദൂൽ എന്ന യുദ്ധസന്ധിയോടെയായിരുന്നു. അതിലും പങ്കെടുത്തു നബിതങ്ങൾ. പക്ഷേ അതിലൊന്നും നബിയുടെ കാര്യമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ല. കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ നബിതങ്ങൾക്ക് വലിയ റോളുണ്ടായി. അതിൽ ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു. ഖുറൈശികളുടെ മേൽനോട്ടത്തിൽ കഅബാലയത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കെ ഹജറുൽ അസ്വദ് എന്ന സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന ആ പരിശുദ്ധ കല്ല് അതിൻ്റെ സ്ഥാനത്ത് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടായി. ഓരോ കുടുംബവും അതിനുള്ള അവകാശം തങ്ങൾക്കാണ് എന്ന് വാദിച്ചു രംഗത്തു വന്നു. അങ്ങനെ പണി തടസ്സപ്പെട്ടു. 3 ദിവസം അനുരഞ്ജനങ്ങൾ ശ്രമങ്ങൾ നടന്നുവെങ്കിലും അത് വിജയിച്ചിട്ടില്ല. തങ്ങളുടെ അവകാശം വിട്ടുകൊടുക്കുവാൻ ആരും തന്നെ തയ്യാറായില്ല. അവസാനം ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ പ്രതീതി ഉരുണ്ടുകൂടി. ചിലർ തങ്ങൾക്ക് ആ അവകാശം തന്നില്ലെങ്കിൽ അത് കിട്ടും വരെ യുദ്ധം ചെയ്യുമെന്നും രക്തപ്രതിജ്ഞ എടുക്കുകയും അത്രത്തോളം വരുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. ഇതോടെ മൂത്ത കാരണവരായിരുന്ന അബു ഉമയ്യ അൽ മഖ്സൂമി മധ്യസ്ഥനായി രംഗത്തു വന്നു. പ്രായവും സ്ഥാനവും കണക്കിലെടുത്ത് ആരും അംഗീകരിച്ചു പോകുന്ന ആളായിരുന്നു അദ്ദേഹം പറഞ്ഞു, വിഷയം ഇനി ഒരു യാദൃശ്ചികതയ്ക്കു വിടാം. എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുക. ഹറമിൻ്റെ വാതിൽ വഴി ഇനി ആരാണോ കടന്നു വരുന്നത് അദ്ദേഹം പറയുന്നത് നമുക്കെല്ലാവർക്കും അംഗീകരിക്കാം. അത് ആരും ആകാം എന്നതിനാൽ ആർക്കും പരാതിയില്ല. എല്ലാവരും സമ്മതിച്ചു. എല്ലാ കണ്ണുകളും വാതിൽക്കലേക്ക് ഇങ്ങനെ നീണ്ടു. അതിനിടയിലായിരുന്നു യാദൃശ്ചികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുവഴി വന്നത്. ഈ വിവരമറിഞ്ഞു വന്നതായിരുന്നില്ല അവർ. 4-5 നാളുകളായി പണി മുടങ്ങി കിടക്കുകയാണ്. എന്തായി കാര്യങ്ങൾ എന്നറിയാൻ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ കണ്ട കാഴ്ച എല്ലാവരും നിശബ്ദം വാതിൽക്കൽ കണ്ണും നട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അവിടത്തെ കണ്ടതും ജനങ്ങൾ, ഇത് നമ്മുടെ അൽ അമീനാണല്ലോ, അൽ അമീൻ പറയുന്നത് ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് വിളിച്ചു പറയുവാൻ തുടങ്ങി. തൻ്റെ രാജ്യവും വിശുദ്ധ ഹറമും ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ മുമ്പിലെത്തി നിൽക്കുമ്പോൾ അതിൽ ഒരു ഇടപെടൽ നടത്താൻ അവസരം ലഭിച്ചതിൽ നബി അത്യധികം സന്തോഷിച്ചു. ഒന്നു വീക്ഷിച്ചതിനു ശേഷം നബി ഏറെ ശ്രദ്ധേയവും അതിലേറെ മാന്യവും നീതിയുക്തവുമായ ഒരു നയം സ്വീകരിച്ചു. ഒരു തട്ടമെടുത്ത് നിരത്തിട്ട് വിശുദ്ധ കല്ല് അതിലേക്കെടുത്തു വെച്ചു. എന്നിട്ട് എല്ലാ ഗോത്രമുഖ്യന്മാരോടും തട്ടത്തിനു ചുറ്റും പിടിക്കുവാൻ പറഞ്ഞു. എല്ലാവരും പിടിച്ചു ഉയർത്തി. ഞാൻ എന്നു പറഞ്ഞിരുന്ന എല്ലാവരെയും ഒന്നിച്ചു പരിഗണിക്കുകയായിരുന്നു നബി. കല്ല് വെക്കേണ്ട ഉയരത്തിലെത്തിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൈകൊണ്ടു തന്നെ അതെടുത്ത് ഭിത്തിയിൽ വെച്ചു. ഇതോടെ പ്രശ്നം തീർന്നു. നിലത്തുനിന്ന് കല്ലെടുത്തതും അത് വെക്കേണ്ടിടത്ത് വെച്ചതും നബി തന്നെയായിരുന്നു എന്നത് ഈ സംഭവത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതുതന്നെയാണ്. എന്നാൽ തങ്ങളുടെ അവകാശവാദത്തിൽ തങ്ങളോരോരുത്തരും വിജയിച്ചതായി ഓരോ കുടുംബത്തിനും തോന്നിയത് ഈ സംഭവത്തിൻ്റെ പൊതു പരിഹാരവുമായിരുന്നു.